അതെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്നേഹത്തിന് വേണ്ടി ഒരു മ്യൂസിയം വന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. അതും കേരളത്തിലെ തൃശ്ശൂരിലെ കൊടകര എന്ന സ്ഥലത്താണ്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് പോകുന്ന വഴിയിൽ കൊടകര എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്നാണ് ഈ മ്യൂസിയത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് സ്നേഹമാണെങ്കിൽ സാരിമൂഴിയിൽ എന്ന് കുമാരനാശാൻ പാടിയ പോലെ ഇവിടെ നമുക്ക് എവിടെ ചുറ്റുപാടും നമുക്ക് സ്നേഹം മാത്രമേ കാണാൻ പറ്റൂ. സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പല കാറ്റഗറിയിലുള്ള ഫോട്ടോസ് ഇവിടെ നമുക്ക് മ്യൂസിയത്തിനകത്ത് കാണാൻ പറ്റും. ഈ പാരമ്പര്യ കലകൾ, പ്രകൃതി, കണ്ടംപററി ആയിട്ടുള്ള ആർട്ട്, സെക്സ്, അങ്ങനെ മൃഗങ്ങൾ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടെ വന്ന് നമ്മൾ ഈ ഫോട്ടോസും ഇതെല്ലാം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അറിയാതെ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയമൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ വറ്റി വരണ്ടു പോകുന്ന ആ സ്നേഹത്തിനൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. നമുക്കിവിടെ ആരുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. കാമുകനായിട്ട് വരാം, കാമുകിയായിട്ട് വരാം, അമ്മയായിട്ട് വരാം, അച്ഛനായിട്ട് വരാം, സുഹൃത്തുക്കളുമായിട്ട് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുമായിട്ടും നിങ്ങൾക്ക് അവിടെ വരാം. ഈ ഒരു ആശയത്തിൻ്റെ പുറകിൽ ഉണ്ണി പുളിക്കൽ എന്ന കണ്ടംപററി ആയിട്ട് ഫോട്ടോഗ്രാഫറാണ് ഈ ഒരു ആശയം കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മ്യൂസിയം നിലവിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വെറുപ്പിനും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഭയങ്കര ഡിമാൻഡുള്ള ഒരു കാലത്ത് സ്നേഹത്തിനും പ്രണയത്തിനൊക്കെ വേണ്ടിയിട്ടായൊരു മ്യൂസിയം എന്ന സങ്കല്പം തന്നെ വളരെ ആശംസനീയമായ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഈ ഒരു സാഹചര്യത്തിൽ അറിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ലൊക്കേഷൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഇങ്ങനൊരു മ്യൂസിയം പോയി കാണണമെന്ന് ആത്മാർത്ഥമായി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. ഒരിക്കലും പോയി വെച്ച് നിരാശപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു സമാധാനമായൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഈ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു കഫറ്റേരിയ ഉണ്ട്. കഫറ്റേരിയയും ചെറിയൊരു ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഈ മ്യൂസിയത്തിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഈ കാണുന്ന ഈ സ്ഥലത്താണ്. അവിടെ ചെറിയൊരു സ്റ്റേജ് അങ്ങേയറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് അവരുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ കഫറ്റേരിയ എന്ന് പറയുന്നത്. ഈ ചേച്ചിയുടെ പേരാണ് സിന്ധു ചേച്ചി എന്നാണ് പേരിട്ട. ഈ സിന്ധു ചേച്ചി ഇവിടെ തുടക്കം മുതൽ ഇവിടെ ഉള്ള ഒരു ചേച്ചിയാണ്. ഈ കാണുന്ന ലെറ്റേഴ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് ഒരു സ്നേഹലേഖന മത്സരം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സമ്മാനം കിട്ടിയവരുടെ ഈ ലെറ്ററുകളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. നിങ്ങൾ ഈ സ്നേഹലേഖന മത്സരം ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ആക്ടറും റൈറ്ററായിട്ടുള്ള VK ശ്രീരാമനാണ്. അപ്പോൾ ഈ സിന്ധു ചേച്ചി ഉണ്ടാക്കി തന്ന ഒരു കോഫി ആയിട്ട് ഞാൻ ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കാമുകനോ കാമുകിക്കോ അയച്ച ലെറ്റേഴ്സാണെന്ന്. അങ്ങനെയല്ല, ഒരിക്കലും അല്ല കേട്ടോ. ഇത് നമ്മളെ വിട്ടുപോയ അച്ഛനെ കുറിച്ച് അച്ഛനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് മക്കൾ എഴുതിയ ലെറ്റേഴ്സ് ഉണ്ട്. മരിച്ചുപോയ അമ്മൂമ്മയെക്കുറിച്ച് എഴുതിയ ലെറ്റേഴ്സ് ഉണ്ട്. പ്രകൃതിയിലെ പ്രതിഭാസമായ മഴയെക്കുറിച്ച് എഴുതിയ ലെറ്റർ ഉണ്ട്. സിനിമ സംവിധായകനായ മലയാളികളുടെ ഇന്നും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന പത്മരാജൻ സാറിനെ കുറിച്ച് എഴുതിയ ലെറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ലെറ്ററൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് പോസ് ചെയ്ത് ഈ ലെറ്ററൊക്കെ വായിക്കുന്നതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ലെറ്ററൊക്കെ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ആ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വികാരമാണ്, ഇമോഷൻസാണ്. ഇത് പല അതിൽ ആ സ്നേഹമുണ്ട്, വിങ്ങലുണ്ട്, ഒരു ഓർമ്മയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടത് എന്താ പറയുക, ഒരു ഫീൽ ഗുഡായിട്ടില്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ സിനിമയോ പാട്ടൊക്കെ കണ്ടൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ വായിച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. ഇത് നമ്മൾ ഈ മൊബൈലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ലെറ്ററുകളൊക്കെ വായിക്കുന്നത് എഴുതുന്നതൊക്കെ വളരെ വിരളമായൊരു കാലത്താണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മത്സരങ്ങളും ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഇത്തരം മത്സരങ്ങളും മറ്റു പരിപാടികളൊക്കെ നടക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ ഫോളോ ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ, ഈ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് പ്രണയിക്കുന്നവരും അല്ലെങ്കിൽ വിട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെയും അല്ലെങ്കിൽ അച്ഛനമ്മയുടെയും കുട്ടികളുടെയൊക്കെ വികാരങ്ങളും അങ്ങനെ പല ഇമോഷൻസാണ് ഈ ലെറ്ററുകളിൽ മുഴുവൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട്. അത് വളരെ എന്താ പറയുക, എനിക്ക് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷനായിട്ട് ഫീൽ ചെയ്ത ലെറ്ററുകളാണ്. പറ്റുമെങ്കിൽ നിങ്ങളത് വായിച്ച് നോക്കുക. ഇത് നല്ലൊരു പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷമുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ കൂട്ടായിട്ട് തന്നെ വരണമെന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് വന്ന് കുറച്ച് സമയം സ്വയം സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാം. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ ലെറ്ററുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വിട്ടുപോയ മനുഷ്യരെ പറ്റി കുറേ പേര് സ്നേഹലേഖനം എഴുതിയിട്ടുണ്ട്. അതെന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് മകൾ എഴുതിയ ലെറ്ററും ഭാര്യ മരിച്ചതിനെക്കുറിച്ച് ഭർത്താവ് എഴുതിയ ലെറ്ററും, അങ്ങനെ ഈ നമ്മളെ വിട്ടുപോയ മനുഷ്യരെ പറ്റി അവരുടെ ഓർമ്മകൾ നമ്മൾ എത്രത്തോളം അവരുടെ ഓർമ്മകളിലും അവരുടെ സങ്കല്പങ്ങളിലും നമ്മൾ അവരെത്രത്തോളം ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒക്കെ ആ ലെറ്ററുകൾ വായിക്കുമ്പോൾ എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലെറ്ററുകളാണ്. അതുപോലെ ഈ ഗർഭിണിയായിരിക്കുന്നൊരു ഭാര്യ ഈ സ്വന്തം ഭർത്താവിനോട് എഴുതുന്ന ലെറ്റർ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സ്റ്റേജാണ് അവരുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി അവരുടെ സ്റ്റേജ്. ഇതൊരു വളരെ പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ കാണുന്ന ഈ ഇലകളും അതിനകത്ത് കാണുന്ന നടുവിലെ ഈ കറുത്ത സുഷിരങ്ങളൊക്കെ ഓരോ അടയാളപ്പെടുത്തലാണ്, ഒരു അർത്ഥത്തോടു കൂടിയാണ് ഇവരിതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ 2020 കോവിഡിന് ശേഷം തുടങ്ങിയൊരു പ്രൊജക്റ്റാണ്. അതായത് ഫോട്ടോ പ്രൊജക്റ്റാണിത്. ഈ കാണുന്ന നിലകളിലൊക്കെ 2020 ശേഷം ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിലും മറ്റ് ദുരന്തങ്ങളിലൊക്കെ മരിച്ചുപോയ മനുഷ്യരെ സൂചിപ്പിക്കാനും അതിനുള്ള ഈ കാണുന്ന കറുത്ത കുത്തുകളൊക്കെ മരണത്തെയോ അല്ലെങ്കിൽ ദുരന്തത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതീകാത്മകമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണം തന്നെ അവിടെ ഈ ഫ്ലെക്സിൽ നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റും. വീണ ഇലകളിലെ ധ്യാന ബിന്ദുക്കൾ എന്ന പേരിൽ അവരത് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഇവിടെ കഫറ്റീരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഫറ്റീരിയയാണ്. നമ്മളങ്ങനെ ഒരുപാട് ലക്ഷറി ആയിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരരുത്. ഇത് ആവശ്യമായ ചെറിയ കോഫി, അതുപോലെ കോഫി, ടീ, അതുപോലെ ഈ വെള്ളമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നമ്മളെ സിന്ധു ചേച്ചി അവിടെ നമ്മൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഏറ്റവും പ്രത്യേകതയല്ല, ഇവിടെ കാണുന്നൊരു ടോയ്ലറ്റ് സംവിധാനമൊക്കെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഒരു ടോയ്ലറ്റ്സാണ്. അത് എനിക്ക് വളരെ ഇമ്പ്രസ്ഡായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ കാമുകനായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താക്കളായിട്ടോ കുട്ടികളായിട്ടോ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്.